തുടർഭരണം ആപത്തെന്ന കവിയും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനും കവിയുമായ കെ സച്ചിദാനന്ദന്റെ പ്രതികരണത്തിൽ ചർച്ചകൾക്ക് ചൂടേറുകയാണിപ്പോൾ. കെ സച്ചിദാനന്ദന്റെ നിലപാടിനെ പിന്തുണച്ചും എതിർത്തും രാഷ്ട്രീയ സാഹിത്യ മേഖലയിലെ പ്രമുഖർ ഇപ്പോൾ രംഗത്തു വന്നിട്ടുണ്ട്. വിമർശനം വ്യക്തിപരമാണെന്ന് CPIM സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. CPIMനുണ്ടായ അപജയമാണ് സച്ചിദാനന്ദൻ ചൂണ്ടിക്കാട്ടിയതെന്ന് VD സതീശന്റെ പ്രതികരണമെത്തി. ആദ്യം ആ പ്രതികരണങ്ങളിലേക്ക്. അദ്ദേഹത്തിൻ്റെ ആശയമാണത്. ഈ ആശയമുള്ള ചില ആളുകളൊക്കെ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം ഈ ഗവൺമെൻറ് വേണ്ടാന്നല്ലോ, തുടരണ്ടെന്നുമല്ല. അദ്ദേഹം പറഞ്ഞത് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, അതിൻ്റെ അവസാന ഭാഗം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് ഒരു സ്ഥിരമായ സംവിധാനമാണ് എന്ന് കരുതുന്നില്ല, പലപ്പോഴും മാറ്റം വേണ്ടി വരും. അതുകൊണ്ട് ഗവൺമെൻറ് ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിലനിൽക്കേണ്ടതിൻ്റെ കാര്യം ഞങ്ങൾ നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇനി തുടരേണ്ട കാര്യവും വിശദീകരിക്കുന്നുണ്ട്. അത് കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയമായ കാര്യങ്ങളാണ് വേറെ ചർച്ച ചെയ്യേണ്ടത്. അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുള്ള അപാകതകൾ എന്തുണ്ടെങ്കിൽ അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് ആ ലേഖനം ഉടനീളം വായിച്ചാൽ മനസ്സിലാകാതെ. ഈ ഗവൺമെൻറ്റിനോട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽപ്പെട്ട നല്ല കമ്മ്യൂണിസ്റ്റുകാർക്കും ഇടതുപക്ഷ സഹയാത്രികർക്കും പോലും താല്പര്യമില്ല എന്നാണ്. കവി സച്ചിദാനന്ദൻ്റെ കഴിഞ്ഞ ദിവസത്തെ പ്രസ്താവന ഞങ്ങളുടെ ഈ നിഗമനങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഇനിയൊരു തുടർഭരണം നല്ലതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPMനുണ്ടായ അപജയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവാന്മാർ നല്ല കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരുമാണ് എന്ന ഞങ്ങളുടെ വാദം ശരിവെക്കുന്നതാണ് കവി സച്ചിദാനന്ദൻ്റെ പ്രസ്താവന എന്ന് ഞാൻ പ്രത്യേകമായി പറയാൻ ആഗ്രഹിക്കുന്നു. കവി സച്ചിദാനന്ദനെ അനുകൂലിച്ച് സാറ ജോസഫ് ഉൾപ്പെടെയുള്ള എഴുത്തുകാർ രംഗത്ത് വന്നു. എന്നാൽ സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് കൂടിയായ അശോകൻ ചെരുവിൽ സച്ചിദാനന്ദനോടുള്ള വിയോജിപ്പ് തുറന്നു പറഞ്ഞു. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി. ഈ നല്ല പ്രതിപക്ഷം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം വളരെ സ്നേഹിക്കുന്ന, വളരെ ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം കരുതുന്ന ഇടതുപക്ഷം അവരിപ്പോൾ ഭരണത്തിലാണ്. അപ്പോൾ ജനാധിപത്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്തു നിന്ന് അവർ തൽക്കാലം ഒന്ന് മാറിയിട്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന മേഖലയായിട്ടുള്ള പ്രതിപക്ഷത്ത് വന്നിരിക്കണം എന്നാണ് സച്ചിദാനന്ദ മാഷ്. ഇത് ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുക, ജനങ്ങളിത് എങ്ങനെയാണ് കാണുക എന്നുള്ളതാണ് എനിക്ക് ഒരു തമാശയായിട്ട് തോന്നുന്ന കാര്യം. ഇത് ജനങ്ങൾ എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു വാദഗതിയെ ജനങ്ങൾ നിരീക്ഷിക്കുക? എന്നാൽ വിവാദങ്ങൾക്കിടയിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സച്ചിദാനന്ദൻ. അത് ഏത് പാർട്ടിയായാലും തുടർച്ചയായിട്ടുള്ള ഭരണത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പം അത് കൂടുതൽ അഴിമതിയിലേക്ക് നയിക്കാം, അധികാര കേന്ദ്രീകരണത്തിലേക്ക് നയിച്ചേക്കാം, ഞങ്ങൾ അജയ്യരാണെന്നുള്ള തോന്നലിലേക്ക് നയിച്ചേക്കാം. അത് പാർട്ടികൾക്കുണ്ടാകേണ്ട വിനയം, ജനങ്ങൾക്ക് മുമ്പിലുള്ള വിനയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അത് ഇല്ലാതാക്കുന്നതിന് കാരണമാകാനുള്ള ഇടയുണ്ട്. വീണ്ടും ഒരു ഭരണം കൂടി വന്നാൽ അവസരവാദികളായ ധാരാളം ആളുകൾ ഇടതുപക്ഷത്ത് ചേരുകയും സ്വന്തം കാര്യങ്ങൾ സ്വാധിക്കുന്നതിന് വേണ്ടി പാർട്ടിയെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യാനിടയുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ സ്വാഭാവികമായും പാർട്ടിയുടെ അടിസ്ഥാന സ്വഭാവം തന്നെ ഇല്ലാതാവുകയും അത് ജനങ്ങളിൽ നിന്ന് കൂടുതൽ അകലുകയും ചെയ്യും. കെ സച്ചിദാനന്ദനെ അനുകൂലിച്ച് എഴുത്തുകാരി സാറ ജോസഫും രംഗത്ത് വന്നു. ജനാധിപത്യത്തിൻ്റെ നാശം ഏതാണ്ട് പൂർണ്ണമാകുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. തുടർഭരണം മാറണം, അത് നല്ലതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏകാധിപത്യ പ്രവണത വളരെയധികം രൂക്ഷമായ ഒരു കാലഘട്ടമാണ് കടന്നുപോയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. ജനവിരുദ്ധ കക്ഷികളുമായും ചേർന്ന്, പ്രത്യേകിച്ച് വർഗീയ കക്ഷികളായിട്ട് ചേർന്ന്, മതകക്ഷികൾ, സാമുദായിക കക്ഷികൾ, ഇവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് അധികാരത്തിൽ നിലനിൽക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാപ്പള്ളിയെ പോലെയുള്ള ആളുകളൊക്കെ ആയിട്ട് കൂട്ടുകൂടുക എന്ന് പറഞ്ഞാൽ അത് അക്രമമാണ്, ശരിക്കും അക്രമമാണ്. ശ്രീജിത്ത് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഇതിപ്പോ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ, പ്രത്യേകിച്ച് കെ സച്ചിദാനന്ദ മാഷൊക്കെ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്നുള്ള നിലയിൽ ഉറപ്പിച്ചിരുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഇതുപോലെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു വളരെ ഗൗരവമേറിയ വിമർശനമാണ്. അത് CPIM നേതാക്കളിൽ തന്നെ പലതരത്തിലുള്ള പ്രതികരണങ്ങളും വരുന്നുണ്ട്. സ്മിത, ഇന്നലെ ഒരു ദിനപത്രത്തിൽ നൽകിയ അഭിമുഖത്തിലാണ്
ഈ തുടർഭരണം ആപത്താണെന്ന സന്ദേശം ആദ്യമായി കേരള സാഹിത്യ അക്കാദമി ചെയർമാനും കവിയുമായ കെ സച്ചിദാനന്ദൻ നൽകുന്നത്. ഇന്നും അദ്ദേഹം ആ നിലപാട് ആവർത്തിക്കുന്നു എന്നത് CPM നേതൃത്വത്തെ അലോസരപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഇപ്പോൾ ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചേക്കാം. ആ ഘട്ടത്തിൽ സച്ചിദാനന്ദനെ പോലെ എക്കാലവും കേരളത്തിൻ്റെ ഇടതുപക്ഷ പുരോഗമന രാഷ്ട്രീയത്തോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അത് രാഷ്ട്രീയമായ തിരിച്ചടി നൽകുമോ എന്ന ആശങ്കയാണ് CPM നേതൃത്വത്തിലുള്ളത്. അതുകൊണ്ടാണ് ഇത്തരം പ്രതികരണങ്ങളെ എതിർത്തുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ നേതാവും CPM-ന്റെ പ്രവർത്തകരുമായ അശോകൻ ചെരുവിൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ രംഗത്ത് വരാൻ കാരണം CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ അടക്കമുള്ള ആളുകൾ ഈ സാറ ടീച്ചറുടെയും സച്ചിദാനന്ദൻ മാഷിൻ്റെയും പ്രസ്താവനയ്ക്കെതിരെ ഫേസ്ബുക്കിലും മറ്റും കുറിപ്പുകൾ ഇപ്പോൾ തന്നെ ഇട്ടിട്ടുണ്ട്. അത്തരത്തിൽ ഇനി വരാൻ പോകുന്നത് സച്ചിദാനന്ദൻ മാഷിനും സാറ ജോസഫിനുമെതിരെയുള്ള രൂക്ഷമായ വിമർശനം അടങ്ങുന്ന ഒരു കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്ന കാര്യം ഉറപ്പാണ്. എന്തായാലും ഈ ബംഗാളിൻ്റെ മാതൃകയിലേക്ക് കേരളം വന്നിട്ടില്ല. എന്നാൽ ബംഗാൾ ആവർത്തിക്കാൻ സാധ്യതയുണ്ട്, ഏകാധിപത്യ പ്രവണതകളുണ്ട്. അത്തരം കാര്യങ്ങൾ ഇനി തുടർഭരണം വന്നാൽ ഉണ്ടാകുമെന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സച്ചിദാനന്ദനും സാറ ടീച്ചറും അടക്കമുള്ള ആളുകൾ ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കുന്നത്. കൂടുതൽ സാംസ്കാരിക നായകർ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താതിരിക്കാനുള്ള ഇടപെടലും CPM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.